എല്ലാവർക്കും കുട്ടിക്കാലം മുതൽ ചങ്ങാതിമാരുണ്ടാവും. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ മരണം വരെ കൂടെ നിൽക്കാൻ ഒരേ ഒരുത്തനെ ഉണ്ടാകും. ഹരിക്ക് കൃഷ്ണൻ എന്ന പോലെ, സിദ്ദിഖിന് ലാൽ എന്ന പോലെ, വയലാർ രവിക്ക് AK ആന്റണി എന്ന പോലെ, ലാലുവിന് കുരുടി എന്ന പോലെ എനിക്കുമുണ്ടായിരുന്നു ഒരു ചങ്ങാതി, ഡീഗോ. ഞാനും ഡീഗോയും മുൻപ് പലതവണ ഇവിടെ ഇങ്ങനെ വന്നിരുന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എന്തെങ്കിലും സീൻ ഉണ്ടാവുമ്പോൾ മാത്രമായിരിക്കും. ഇതങ്ങനെയല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു പെണ്ണിനെ കണ്ട് കൗട്ടടിച്ച് നിന്നത് പറയാനാണ്. മൈ ഫസ്റ്റ് ലവ്. അവളെ ഞാൻ നോക്കുമ്പോഴൊക്കെ അവൾ ഇടം കണ്ടിട്ട് എന്നെ നോക്കും. പക്ഷേ ഞാൻ അവളുടെ അടുത്ത് മിണ്ടാൻ ചെല്ലുമ്പോൾ അവൾ നൈസായിട്ട് സ്കൂട്ടാവും. അവളെന്താ ക്രിസ്റ്റി അങ്ങനെ? അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. അവൾ ബാക്കിയുള്ള പെൺപിള്ളേരെ പോലെ അല്ല. അവൾ നല്ല കുട്ടിയാണ്, സ്വഭാവം കൊണ്ടും സൗന്ദര്യം കൊണ്ടും. അങ്ങനെയാണെങ്കിൽ അവളുടെ പറയുക ഒരു ടീം തന്നെ കാണുമല്ലോ. അതാ പ്രശ്നം. എൻ്റെ പേരിലുള്ള വേറൊരു ഉള്ളയും അവളുടെ പുറകെയുണ്ട്. അപ്പം മൊത്തം ഉളച്ചക്കന്മാരാ. ഡീഗോ നീ ചുമ്മാ കബൂറാക്കല്ലേട്ടാ. എനിക്കറിയാം അവൾക്ക് എന്നോട് ഇഷ്ടമാണ്. എന്നാടാ അവളെ എൻ്റെ അടുത്തൊന്ന് പറയാ. നീ ബേജാറാവേണ്ട ക്രിസ്റ്റി. അവളൊന്ന് പറയും നിന്നെ ഇഷ്ടമാണെന്ന്. അന്ന് ഇടിച്ചു കുത്തി മഴ പെയ്യും. കേരളം മഴവിതിരിക്കുന്നതാവും. റോഡിലെ കുഴികളെല്ലാം അടയും. പെട്രോളിനും ഡീസലിനും വില കുത്തനെ കുറയും. മുല്ലപ്പെരിയാർ പൊട്ടും. ചുരുക്കി പറഞ്ഞാൽ അന്ന് ലോകം അവസാനിക്കും. ഇതാദ്യമായിട്ടൊന്നുമല്ല ഡീഗോയെ ഞാൻ പുഴയിൽ തള്ളിയിടുന്നത്. ഇതിനു മുമ്പും പലതവണ ഞാനിങ്ങനെ അവനെ പുഴയിൽ തള്ളിയിട്ടിട്ടുണ്ട്. ഇതേ കേസിന് തന്നെ. ആ ആടാ ബാബുട്ടാ പറയടാ. നിനക്കെന്താടാ വല്ല വേറെയും പിടിച്ചോ? അതോ ഇന്നും നിന്നെ അവൻ പുഴയെ തള്ളിയിട്ടു? ഓ അതൊക്കെ എനിക്ക് ശീലമായതാണല്ലോടാ. ആ ചെക്കൻ അവളെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് പ്രാന്താണോടാ? എനിക്കിപ്പോൾ അവൻ്റെ പോക്കുണ്ട് പേടിയാവാടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ മുമ്പേ ഇത് പെണ്ണ് കാരണം അവൻ മരിക്കാൻ പോയത്. ശരി, അവളവനെ ചുമ്മാ വട്ടേറ്റുവാടാ. അവളവനെ മണ്ടരാക്കാന്ന് പറഞ്ഞാൽ അവൻ അപ്പച്ചാവും. നമുക്ക് അറ്റ കൈക്കൊരു കളി കളിക്കാം. എങ്ങനെ? അതൊക്കെ പറയാം, പക്ഷേ നീയും എൻ്റെ കൂടെ നിൽക്കണം. ആദ്യം ആ പെണ്ണിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങ് പറ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇവിടെ നിന്നാണ് എനിക്കിട്ടുള്ള പണിയുടെ ഒരു തുടക്കം. എന്നാലും അവൾ അങ്ങനെ പറഞ്ഞല്ലോടാ. ഇതാണ് പറ്റിയ അവസരം. അവൾക്ക് നിന്നോട് റിയൽ ലവ് ആണെന്ന് അറിയണം. ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. ചെയ്യൂ. ആദ്യം കുറച്ച് സെൻറ്റ് ഡയലോഗ് അടിക്കണം. ഉദാഹരണത്തിന് ഇതേ കണ്ടു. നിന്നെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ രഹസ്യങ്ങളൊന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നിട്ടും മറ്റൊരാൾ പറഞ്ഞു നിന്റെ ബർത്ത്ഡേ ഞാൻ അറിയേണ്ടി വന്നു. നമ്മളത്രയ്ക്കും അതൊന്നുമല്ലേടാ. പറ്റുമെങ്കിൽ 2 തുള്ളി കണ്ണീര് ഒരെഫക്റ്റിന്. പിന്നെ ഒറ്റ തിരിയാൽ ഒറ്റ അർത്ഥം. അവൾ പുറകിൽ നിന്ന് വിളിക്കും. നീ നിൽക്കരുത്, നീ പോകണം. ഒരുമാതിരി ആസനത്തിൽ കാന്താരി തിരികെ പോലെ. അയ്യേ, അതുമാത്രം പോരാ, 2 ആഴ്ച
അവളോട് മിണ്ടരുത്. അങ്ങനെ ഒരുത്തി അവിടെ ഉണ്ടെന്ന് പോലും നീ കരുതരുത്. പക്ഷേ അവളുടെ കൂട്ടുകാരോട് പതിവിലും അധികം സംസാരിക്കണം. അപ്പം കൃത്യം 2 ആഴ്ച കഴിയുമ്പോൾ അവൾ നിന്നോടൊന്ന് മിണ്ടും. അപ്പം നീ ഉറപ്പിച്ചോ അവൾക്ക് നിന്നോട് പ്രേമമാണ്. ചെയ്യടാ, ഉറപ്പായിട്ടും ചെയ്യാം. ഇതുപോലെയൊക്കെ തന്നെ ചെയ്യണം. ആദ്യം സെഞ്ചി അടിക്കണം, പിന്നെ ഒരു തുള്ളി കണ്ണീര്, പിന്നത്തെ പോക്ക്. ഇതുപോലെയൊക്കെ തന്നെ ചെയ്യണം. ഏറ്റവും പ്രധാനം അതല്ല, 2 ആഴ്ച അവളോട് മിണ്ടരുത്. അവൾ ഇങ്ങോട്ട് വന്ന് മിണ്ടണം. അപ്പോൾ എന്തൊക്കെയാ ഒന്ന് പറഞ്ഞേ. സെൻറ്റി ഡയലോഗ്, കണ്ണീര്, ഒന്നും മിണ്ടാതൊരു പോക്ക്. രണ്ടാഴ്ച കഴിഞ്ഞ് അവളോട് എൻ്റെ അടുത്ത് വന്ന് മിണ്ടാനും പറയുന്നു. എങ്ങനെ? ഓക്കെ അല്ലേ? കുറച്ചു നാളായി ഡീഗോയ്ക്ക് മൊബൈലിൽ കളി തുടങ്ങിയിട്ട്. എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഏയ്, എനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. എന്തായാലും ഒരു ലോട്ടറി അടിച്ച സന്തോഷത്തിലാണ് ഞാനെന്ന് അവനെ കാണാൻ വന്നത്. നീ എന്താടാ പറഞ്ഞ്? അവക്കിനോട് നേരം പോക്കാണെന്നാ? 2 ആഴ്ച അവൾ എന്നോട് മിണ്ടിയില്ലെങ്കിൽ എന്താ? എല്ലാത്തിനും സോറി പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കണം. നോക്കടാ നീ. ആദ്യം ആ പെണ്ണിന്റെ ഡീറ്റെയിൽസ് ഇങ്ങ് പറ. ഈ കാര്യം ഞാനേറ്റു. ബാബു പണി തുടങ്ങി. പോടുന്നിരിക്കുന്നതാണെന്ന്. അതെ, 2 ആഴ്ച അവളോട് മിണ്ടായിരുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയൂ. ഇനി 10 ദിവസം കഴിഞ്ഞ് കാണാനും പറ്റും. നമുക്കൊരു കാര്യം ചെയ്യാം, അവളുടെ സ്ഥലത്തേക്ക് പോവാം. എനിക്കിപ്പോൾ കാണണം. പ്ലീസ്. നിനക്ക് അവിടെ നാട്ടുകാരുടെ കൈകൊണ്ട് തീരണല്ലേ? എടാ പ്ലീസറാ, പോവാടാ. ചോ, ഇത് വലിയ തൊല്ലയല്ല. നീ അവളെ വിളിച്ച് പറ, ഞങ്ങളങ്ങ് വരുവാന്ന്. അത് കൊള്ളാം. അയ്യോ, അത് പറ്റില്ല. വിളിക്കാൻ പാടില്ലെന്നാ പറഞ്ഞേക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, മെസ്സേജ് അയക്കാം. ഒരു കാര്യം ചെയ്യാം, ഒന്ന് അയച്ചിട്ടുണ്ട്. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. മെസ്സേജ് വന്ന്. ചെന്നോളെ. പിന്നെയും പോസ്റ്റ്. ഏതാ സ്ഥലം? സന്ധി രൂര്. നല്ല ബെസ്റ്റ് സ്ഥലം. പോയി റെഡിയായിട്ട് വാ. ഇവിടെ പട്ടി ബാബു മൂഞ്ചപ്പം ഞാനിവിടെ മൂഞ്ചനല്ലേ? ഞാനത് ഓർത്തില്ല. ഇപ്പൊ ശരിയാക്കി തരാം. ശരി. എന്താടാ പോണില്ലേ? പോണെന്നും പറഞ്ഞു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൻ്റെ കൂടെ അവൾ വേറെന്തോ കൂടെ അയച്ചു. എനിക്കത് മനസ്സിലായില്ല. എന്താ അയച്ചത്? പപാടുന്നുണ്ട്, ഡോണ്ട് കം. പപാടുന്നുണ്ടോ? അത് തന്നെ എനിക്ക് മനസ്സിലാവുന്നത്. പപാടുന്നുണ്ട്. ഇനിയല്ല പോടാ മറ്റോ? എനിക്കറിയാൻ പാടില്ല. ഞാൻ വിളിക്കാൻ പോവാ. ഓരോരോ പട്ടിത്തീട്ടങ്ങൾ. കോപ്പ് എടുക്കില്ല. പിന്നെ മെസ്സേജ്, പപാടുന്നുണ്ട്, ഡോൺ കോൾ. ഇതെന്തുവാടേ പപാടുന്നുണ്ട്? നീ ആ ഫോണിൽ കാണിച്ചു. ഇത് പപാടുകൊണ്ടല്ല, പപ്പ അടുത്തും ഡോൺ കോൾ മീ. വിദ്യാഭ്യാസം ഇല്ലാത്തവർ. പിന്നീട് എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഒരുമാതിരി ആമേൻ സിനിമയിൽ ഫഹദ് ഫാസിൽ ക്ലാർനെറ്റും പിടിച്ചുകൊണ്ട് നടക്കുന്ന പോലെ ഈ മൊബൈലുമായി ഞാൻ ഇങ്ങനെ നടന്നു.
എല്ലാത്തിനോടും എനിക്ക് പ്രണയമായിരുന്നു. കാറ്റിനോട് പ്രണയം, വെയിലിനോട് പ്രണയം, പൂക്കളോട് പ്രണയം, പുഴയോട് പ്രണയം, മൊബൈലിനോട് പ്രപ്രണയം. എൻ്റെ ലക്കും ലഗാനുമില്ലാത്ത പോക്ക് കണ്ടപ്പോൾ ഡീഗോയ്ക്ക് പേടിയായി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയാണല്ലോ ഭർത്താവ്. ഇവനെല്ലാം സീരിയസ് ആയിട്ട് എടുത്തേക്കുക. ബാബു ആണെങ്കിൽ നിർത്തണമില്ല. കാര്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞാലോ? ഇനി മെസ്സേജ് നിന്നെ ആരെങ്കിലും പറ്റിക്കുകയാണെങ്കിലോ? ഞാൻ ഈ വണ്ടി നിർത്തങ്ങ് ചാടും. നീ എന്താ വണ്ടി നിർത്തിയത്? വാ, ഒരു പോഞ്ചോളം കുടിക്കാം. അത് ബാബുവാടാ. എനിക്ക് പോകല, ഞാനുണ്ട്. ഇതിനേക്കാളും ഭേദം നീ എന്നെ കൊല്ലുകയായിരുന്നു ഡീഗോ. എന്നാ പിന്നെ നീ വണ്ടി അങ്ങ് എടുത്തപ്പോൾ എനിക്ക് അവിടെ നിന്നാൽ മതിയാണോ കോപ്പേ? എനിക്കറിയാം പണ്ട് നിനക്ക് ചാകാനൊരു മടിയില്ലെന്ന്. പണ്ട് നീ കെട്ടി തൂങ്ങിയപ്പോൾ നിനക്ക് വേണ്ടി കരയാൻ നിന്റെ കൂട്ടുകാരും നിന്റെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ പൂവിട്ട് പ്രേമിക്കുന്ന പെണ്ണുപോലും ഉണ്ടായിരുന്നില്ല അന്ന്. എന്നിട്ടും നിനക്ക് അവളെ മതി. വേറെ ഒരു മെസ്സേജ് അയച്ചപ്പോൾ നിനക്ക് സഹിച്ചില്ല. അപ്പോൾ അവൾ നാളെ നിന്നെ തള്ളി പറഞ്ഞാലോ? അവൾക്ക് നിന്നൊരു പ്രേമമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. നീ വേണേ വിളിച്ചു നോക്ക്. നീ പറഞ്ഞാൽ ശരി. അവൾക്ക് എന്നോടൊരു കോപ്പുമില്ല. ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു രാത്രി ഇരുന്ന് കരഞ്ഞപ്പോൾ ഞാൻ എല്ലാം മറന്നു. നീ എന്തിനാ ഓടിയത്? നീ ട്രെയിന് മുമ്പിൽ വട്ടം ചാടുന്നത് സ്വപ്നം കണ്ടറാ? ഞാൻ എന്തിനാണ് ചാകണത്? എനിക്ക് നീയില്ല. നീ പേടിക്കണ്ടാ. അവളുടെ തന്തയുടെ ബാറിന് നേരെ നമ്മളൊരു ബാർ തുടങ്ങും. എന്നിട്ട് നമ്മൾ ഉയരങ്ങളിലേക്ക് പറക്കും. ശരിയാണ്. അവൻ്റെ ആഗ്രഹം പോലെ തന്നെ അവൻ ഉയരങ്ങളിലേക്ക് പറന്നു. ആർക്കും എത്തിപ്പെടാനാവാത്തത്ര ഉയരങ്ങളിലേക്ക്. അവനുമുണ്ടായിരുന്നു എന്നോട് പോലും പറയാത്ത ഒരു രഹസ്യ പ്രണയം. വീട്ടുകാർ എതിർത്ത പ്രണയം. ഒടുവിൽ
പ്രണയിച്ച പെണ്ണ് കൈവിട്ടു പോയപ്പോൾ അവൻ അവൻ്റെ സങ്കടം ഒരു മുഴം കയറിനോട് പറഞ്ഞു. ഡീഗോയുടെ മരണവാർത്ത അറിഞ്ഞ് അവൻ്റെ പെണ്ണും ആത്മഹത്യ ചെയ്തു. മരണത്തിൽ അവർ ഒന്നിച്ചു. എന്നാലും ഡീഗോ ഈ പ്രണയത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവൻ കൊടുത്തു ഞാൻ അവരെ ഒന്നിപ്പിച്ചേനെ. ചിലരങ്ങനെയാണ്. അവർ സ്നേഹിക്കുന്നവരെ അവർ എന്ത് വില കൊടുത്തും രക്ഷിക്കും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഒരു സങ്കടം വരുമ്പോൾ അവർ സ്നേഹിക്കുന്നവരിൽ നിന്ന് അതെല്ലാം മറച്ചു വയ്ക്കും. അവന് നഷ്ടപ്പെട്ടത് പ്രണയം, എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സൗഹൃദം. പ്രണയം അങ്ങനെയാണ്. ചിലപ്പോൾ അത് മധുരമുള്ളൊരനുഭൂതി, അല്ലെങ്കിൽ അത് മനുഷ്യനെ തന്നെ കാർന്നു തിന്നുന്ന ഒരുതരം ക്യാൻസർ. പ്രണയം ഒരു തെറ്റല്ല, പക്ഷേ പ്രണയത്തിൻ്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് ഒരു തെറ്റ് തന്നെയാണ്. പ്രണയത്തിൽ ജീവിതം ഹോമിക്കുന്നവർ ഒന്നോർക്കണം, നിങ്ങളുടെ സ്വാർത്ഥമായ സ്നേഹത്തിനു വേണ്ടി നിങ്ങൾ വേദനിപ്പിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന 1000 പേരെയാണ്.